എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞായറാഴ്ച അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. എല്ലാ ഞായറാഴ്ചയും ഞാനും ചേട്ടനും ഏതെങ്കിലും അമ്പലത്തിൽ പോവും. ഇന്ന ക്ഷേത്രമൊന്നുമില്ല, ഓരോ ദിവസം ഓരോ ക്ഷേത്രത്തിലും പോവും. അപ്പോൾ ഇന്ന് ആറ്റുകാലാണ് പോകാൻ പോകുന്നത്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് വാങ്ങിയൊരു സാരിയാണ് കേട്ടോ. എനിക്കെന്തെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പൊട്ടുള്ള സാരി വാങ്ങിക്കാൻ വേണ്ടി. കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. അപ്പോൾ കടയിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ സാരിക്കല്ല, എനിക്ക് ചുരിദാർ തയ്ക്കാനാണ് വാങ്ങിയത്. അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിയതായതുകൊണ്ട് ആദ്യം 2 പ്രാവശ്യം സാരിയായിട്ട് തന്നെ ഉടുക്കാം, അത് കഴിഞ്ഞിട്ട് ചുരിദാർ തയ്ക്കാം. അതുകൊണ്ട് അമ്പലത്തിൽ പോയപ്പോൾ തന്നെ സാരി കൊടുത്ത് പോകാൻ വെച്ച്. സാരി കൊടുത്തിട്ട് ഞാൻ എൻ്റെ സാരി ഉടുത്ത് ഭംഗി നോക്കിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സാരി ഉടുത്തിട്ടും. കണ്ടിട്ടും മതി വരാതെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം റെഡിയായി പുറത്തിറങ്ങി. ഇനി പുറത്ത് നോക്കാം കേട്ടോ. എല്ലാം റെഡിയായി കഴിയുമ്പോഴത്തേക്കും കുറേ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്ന് നോക്കി ഫോട്ടോ എടുക്കുകയാണ്. പൂക്കളടുത്തൊക്കെ നിന്ന് എല്ലാവർക്കും ഇല്ലെങ്കിലും ചെറുതൊക്കെങ്കിലും കാണുമല്ലേ. റെഡിയാക്കി കഴിയുമ്പോൾ 1-2 ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനമല്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്ത് റോഡിലോട്ട് ഇറങ്ങി. എൻ്റെ അടുത്ത വീടാണ്, നേരെ ഓപ്പോസിറ്റുള്ള വീട്. ഇനി അടുത്ത മാവിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആറ്റുകാൽ അമ്പലത്തിലാണ് ഈ ഞായറാഴ്ച ഞങ്ങൾ വന്നത്. ഇത് കണ്ടോ, തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വണ്ടികളാണ്. അവരവിടെ ഇരുന്ന് എന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെയാണ് പോണത്. ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ പോയ ദിവസം അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. അമ്പലത്തിനകത്ത് കയറിയിട്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. അങ്ങനെ അമ്പലത്തിനകത്തുനിന്ന് വീഡിയോ എടുക്കാൻ പാടില്ല, അങ്ങനെ പിന്നെ എടുത്തില്ല. കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. പിന്നെ എടുത്തില്ല. ഇതിന് മുന്നേ എടുത്തതാണ് ആ വീഡിയോ. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തൊഴുത് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി, കരമനയിൽ. അവിടെ നിന്ന് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച്, ഞാൻ പൂരിയും കഴിച്ച്, ചേട്ടൻ അപ്പവും കഴിച്ച്. മോനുള്ളത് നമ്മൾ പാഴ്സലും വാങ്ങി നേരെ വീട്ടിലോട്ടാണ് വന്നത്. ഒരു അമ്പലത്തിലേ പോയുള്ളൂ. അതിന് നേരെ വീട്ടിൽ പോയി. അടുത്ത ഞായറാഴ്ച അമ്പലത്തിൽ പോയ ചെറിയൊരു വീഡിയോ കൂടെ ഇതിലിടണേ. അത് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇതിൽ കൂടി തന്നെ അങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ റെഡിയായി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ഈ ആഴ്ച നമ്മൾ തൊഴുവങ്കോടാണ് പോയത്. അപ്പോൾ അവിടെ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല, അതുകൊണ്ട് അമ്പലത്തിനകത്തൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. തൊഴുവങ്കോട് അമ്പലത്തിലെത്തിയിട്ട് പുറത്ത് നിന്നിട്ട് കുറച്ച് വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിൽ തന്നെ നിന്നൊരു മുളവിൻ്റെ തൈയാണ്. നിറച്ച് മുളക് നിൽപ്പുണ്ടായിരുന്നു. ആ ഒരു ചെറിയ തൈ, കുഞ്ഞു തൈയാണ്. ആ പച്ചമുളക് നിൽക്കുന്ന ഭംഗി കണ്ടപ്പം വീഡിയോ എടുക്കാൻ തോന്നിയതാണ്. നല്ല രസമുണ്ടായിരുന്നു, നിറച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഇതിന് പിന്നെ പ്രത്യേകിച്ച് വളമൊന്നും ഇടുന്നില്ല. വെള്ളം ഒഴിക്കും, ദിവസം വെള്ളം ഒഴിക്കും. കഞ്ഞിവെള്ളം ഒഴിക്കും, തേയില വെള്ളം, അങ്ങനെ വെള്ളം ഒഴിക്കും. അത്രയേ ഉള്ളൂ, വേറെ വെള്ളമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.